ഒരു വട്ടം നമ്മുടെ ഡോറ് മുട്ടിയ സാധനം പിന്നെ കിട്ടണമെങ്കിൽ നമ്മൾ നോ പറഞ്ഞ് പിന്നെ കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്. അതിൻ്റെ വില നമുക്ക് അറിയണമല്ലോ. വിജിക്ക് ജോലി കിട്ടിയിട്ടോ. വിജി ഇങ്ങനെ റേഡിയോ ജോക്കി ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അപ്പുറത്ത് ചോദിക്കുന്നത് എന്ത് റേഡിയോ ജോക്കിയോ അതെന്താ ചോദിക്കുമ്പോൾ അപ്പം അമ്മയുടെ ഡയലോഗാണ് ഈ വളവളവളാന്നിങ്ങനെ സംസാരിക്കില്ലേ, അത് തന്നെ. നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു സാറയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്ന ബാംഗ്ലൂർ ഡേയ്സിലെ ആർജയിങ് അല്ല. അങ്ങനെ നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഏരിയയോ, അതിൻ്റെ പിന്നിൽ കുറേ പരിപാടികളുണ്ട്. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചില്ല ഞാൻ ശബ്ദം എൻ്റെ ഒരു പ്രൊഫഷൻ ആവുമെന്ന്. നമ്മളിപ്പോൾ ഒരു സ്കൂൾ ലെവലിൽ കളിക്കുകയാണെങ്കിലും ഒരു അമ്പലത്തിൽ കളിക്കുകയാണെങ്കിലും എവിടെ കളിക്കുകയാണെങ്കിലും ആ ഓഡിയൻസ് തരുന്ന ഒരു ക്ലാപ്പ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കോൺഫിഡൻസിൻ്റെ ഫസ്റ്റ് ലെവൽ. സിനിമയിൽ ഒരാളുടെ കഴിവ് കിട്ടണമെന്ന് എനിക്ക് കൊതി തോന്നിയിട്ടുള്ള ആർട്ടിസ്റ്റാണ് KPC ലളിത ചേച്ചി. പൊന്മുട്ടയിടുന്ന താറാവ് എന്നുള്ള സിനിമയുടെ ഫ്രെയിമൊക്കെ വെച്ചാൽ ആ ആൾക്കാർ പലരും ഇല്ല. നമ്മുടെ ഉള്ളിലെ ഫയർ എന്നുള്ള സാധനം കെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. മിസ്ഫിറ്റ്സിൽ ഇന്ന് എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണ്. ഇന്ന് എൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. RJ വിജിത. വിജിത ചേച്ചി, വെൽക്കം. താങ്ക് യു സോ മച്ച്. നമ്മൾ RJ ആയിട്ട് ഇപ്പോഴും കാണുന്നുണ്ട്, കണ്ടിട്ട് ഇപ്പോഴും കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടു വരികയാണ്. ഇപ്പം റീസെൻ്റ് ആയിട്ട് 2 സിനിമകൾ അടുപ്പിച്ച് തന്നെ പറയാം. പ്രതിച്ഛായയും മധുവിധും രണ്ടും അടുപ്പിച്ച് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം OTT വന്നതിന് ശേഷം മധുവിധുവിന് വീണ്ടും നല്ല ഒരുപാട് റെസ്പോൺസും കിട്ടുന്നുണ്ട്. സോ എങ്ങനെയുണ്ട് RJ ആയിട്ടും ഒരു ആക്ട്രസ് ആയിട്ടുമുള്ള ഇപ്പോഴത്തെ ഇതുവരെയുള്ള ഒരു ചേച്ചിയുടെ ജേർണി തന്നെ ചോദിച്ച് നമുക്കത് സംസാരിച്ച് അങ്ങ് തുടങ്ങാം. എങ്ങനെയുണ്ട് ഇപ്പോൾ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ജ്യോതിഷ. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളാണ്. തിരിച്ച് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കുറച്ച് നെർവസാണ്. ഭയങ്കര സന്തോഷം. അതായത് നമുക്കിഷ്ടമുള്ള ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതരം ഹാപ്പിനെസ് ആണ്. അപ്പോൾ ലക്കിലി എനിക്കിഷ്ടമുള്ള ജോലികളെ ചെയ്തിട്ടുള്ളൂ. അത് ചൂസ് ചെയ്യാനുള്ള ഒരു ബോധം എവിടുന്നോ എനിക്ക് പണ്ടേ ഉണ്ടായതുകൊണ്ട് ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ RJ ആയിട്ടിരിക്കുന്നതിലും ആക്ടറായിട്ടിരിക്കുന്നതിലും ഒക്കെ സന്തോഷം. പഠിച്ചത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ബയോടെക്നോളജി പഠിച്ചു. അവിടെ നിന്ന് ഈ ഒരു ക്രിയേറ്റീവ് ഫീൽഡിലേക്ക് വരുന്നു. അപ്പോൾ ഈ പഠിത്തം ജോലി രണ്ടും 2 ഫീൽഡിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ആദ്യം തോന്നിയിട്ടുണ്ടോ? എനിക്ക് ലൈഫ് സയൻസ് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ ചൂസ് ചെയ്ത് തന്നെയാണ് ബയോടെക്നോളജി. പക്ഷേ പിന്നെ അതിൻ്റെ പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അത് ഭയങ്കര കുറേ റിസർച്ചും ഒക്കെ ആവശ്യമുള്ളൊരു സാധനമാണ്. നമ്മൾ ടൈം കംപ്ലീറ്റ്ലി നമ്മൾ അതിന് ഡെഡിക്കേറ്റ് ചെയ്താലാണ് നമുക്ക് അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പണ്ടൊട്ടേ ഈ ക്ലാസ്സിൽ കയറുന്നത് കുറച്ച് കുറവും, കോളേജിലൊക്കെ ലൈഫിൽ ക്ലാസ് കയറുന്നത് കുറവും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടുതലും ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇതിൽ മാത്രമായിട്ട് ബ്ലോക്കായി കടന്നാൽ എൻ്റെ ഈ ഡാൻസ് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ അവിടെ സൈഡായി പോകും. അപ്പോഴാണ് ഒരു റീതിങ്കിങ് വരുന്നത്. ഞാൻ ഇതിൽ തന്നെ നിൽക്കണോ അതോ ഞാനിത് മാറണോ? ആ ഡിസിഷൻ എടുക്കാൻ ഞാൻ എൻ്റെ മനസ്സിൽ കുറച്ച് സമയം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം പേരൻസിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇത്രയും പഠിച്ചു, ബയോടെക്നോളജി PG ഒക്കെ ചെയ്തിട്ട് ഒന്നും ചെയ്യാതെ അത് മൈൻഡേ ചെയ്യാതെ ഇങ്ങോട്ട് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അവർക്കൊരു ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ടെൻഷനെക്കാട്ടിലും ഇതെന്തപ്പോൾ ഇവിടെ ചെയ്യാൻ പോണേ എന്നുള്ളത് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കെന്തോ ഒരിക്കലും എന്നിൽ ആർട്ടിസ്റ്റ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പ്രശ്നത്തിലാവുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ ഓക്കെ ബയോടെക്നോളജി അവിടെ ഇരിക്കൂ, ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചു. അത് ഞാൻ ഇപ്പോഴും എന്നോട് താങ്ക്സ് പറയും. ഭയങ്കര പ്രൗഡാണ്. അതെ, എനിക്ക് ഭയങ്കര സന്തോഷം. അതായത് ആ ഡിസിഷൻ്റെ പിന്നിൽ വേറെ ആരുടെയും ഇൻഫ്ലുവൻസോ നീ ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഡ്വൈസോ ഒന്നുമില്ല. ഞാൻ എന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. മേ ബി നമ്മൾ ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര യങ്ങാണ്. അപ്പം നമുക്കങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റി എന്നുള്ളതിൽ ഞാൻ ഭയങ്കര സന്തോഷം. എങ്ങനെയാ ദൈവമേ അങ്ങനെ ഞാൻ ചിന്തിച്ചേ, അതിന് എനിക്ക് എന്നോട് താങ്ക്സ് ഉണ്ട്. ഇപ്പൊ പലർക്കും പറയാനുണ്ടാകും ലൈഫിൽ ഇതുപോലെ ഒരു തീരുമാനം എടുക്കാൻ ഹെൽപ്പ് ചെയ്ത ഒരു ഫ്രണ്ടിനെ പറ്റി പറയാനുണ്ടാകും. ചേച്ചിക്ക് അത് പറയാനുള്ള എനിക്ക് ഞാൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഈ അഭിനയം എന്നുള്ളത് പണ്ട് മുതൽ ഒരു പാഷൻ ആയിരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഡാൻസർ ആയതുകൊണ്ടാണ് അഭിനയം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലേക്ക്? ഇപ്പൊ ഞാൻ അഭിനയം എന്നാണെങ്കിലും അതിലേക്ക് എങ്ങനെ പോവും അല്ലെങ്കിൽ നമുക്കൊക്കെ അത് പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു ഡൗട്ടാണ്. കാരണം ഞാനൊക്കെ വളരെ ഒരു വില്ലേജ് ഗേളാണ് പഠിച്ചതൊക്കെ. പക്ഷേ ഞാൻ ഡിഗ്രി PG ഒക്കെ പഠിച്ചത് കോയമ്പത്തൂരാണ്. പക്ഷേ കുറച്ചുകൂടി എക്സ്പോഷർ ഉണ്ട്. പക്ഷേ എന്നാലും നമുക്കറിയാത്തൊരു മേഖല ആരുമില്ല നമുക്ക് സിനിമയിൽ. സോ അപ്പോൾ ഒരു ചെറിയ അങ്ങനെ ആഗ്രഹം തോന്നും, അഭിനയിച്ചൊക്കെ നോക്കും. കണ്ണാടി റൂമിൽ ഭയങ്കര അഭിനയമൊക്കെയാണ്. പക്ഷെ എന്നാൽ അതൊരു പ്രൊഫഷൻ ആക്കണം എന്നൊന്നും അങ്ങനെ സീരിയസ്ലി ചിന്തിച്ചിട്ടില്ല. അന്നൊക്കെ പഠിപ്പിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ആണ് മെയിനായിട്ട്. അങ്ങനെ
ഡൈവേർട്ട് ചെയ്തിട്ട് എവിടേക്കോ സ്ട്രോങ്ലി ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ അതിലേക്ക് പോകാനുള്ള പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ അങ്ങനെ സൈലന്റ് ആക്കി കൊടുക്കും. ബിക്കോസ് ഈ സൈഡിൽ നമുക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബ്ഡ് അല്ല, ഹാപ്പിയാണ്, ഡാൻസ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പോയി. അപ്പോൾ എവിടേക്കോ നമ്മൾ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിച്ചൊരു സാധനം എപ്പോഴേക്കോ നമ്മുടെ ലൈഫിൽ വരും എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പം എപ്പോഴെങ്കിലും ഈ അവസരങ്ങൾ തേടി എത്തി തുടങ്ങിയല്ലോ, അപ്പം ആദ്യമായിട്ട് ഈ അവസരങ്ങൾ വന്നപ്പോൾ ആ മൊമെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് അവസരങ്ങൾ വരുന്നത് ആക്ച്വലി ഞാൻ RJ ആയതിന് ശേഷമാണ്. അല്ല, പണ്ട് ചെറുതിൽ വരുമായിരുന്നു. പക്ഷെ അന്നൊക്കെ സിനിമയിലേക്കൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമാണ്. അച്ഛൻ നാട്ടിലില്ല, ഞാനും അമ്മയും അനിയത്തിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ വെറുതെ ആദ്യം തന്നെ നമുക്ക് വേണ്ട എന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മൾക്ക് എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അതിനെ പറ്റി അറിയാത്തത്. അപ്പോൾ പിന്നെ വിട്ടു, അത്ര വലിയ ഇതൊന്നുമില്ല. പക്ഷെ പിന്നെ RJ ആയതിനു ശേഷം ഞാൻ കുറച്ചു കാലം ആങ്കറായിട്ടൊരു TV ചാനലിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഇങ്ങനെ 2-3 ഓപ്പർച്യൂണിറ്റീസൊക്കെ വന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്ത പ്ലാറ്റ്ഫോമിൽ ഇത് അലൗഡ് ആയിരുന്നില്ല. ബിക്കോസ് നമുക്ക് പുറത്തൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ ഈ പറഞ്ഞ ഞാൻ RJ എന്നുള്ളൊരു ജോലി ഞാനായിട്ട് തേടി പിടിച്ചിട്ടുണ്ടാക്കിയതാണ്. അത് എവിടെയാണ്, എന്താണ്, എങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള സമയം ഏതാണ് ഒന്നും എനിക്കറിയില്ല. ഞാനൊരു ദിവസം വൺ ഫൈൻ ഡേ ഒരു FM-ലേക്ക് കയറി ചെല്ലുന്നു, എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവരിങ്ങനെ ഇതെന്താ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞ് നോക്കുന്നു. പിന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ വന്നതും ഞാൻ അവിടെ തന്നെ ജോയിൻ ചെയ്യണതൊക്കെ. സോ ഞാൻ കണ്ടുപിടിച്ചൊരു ജോലി റിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര, പ്രത്യേകിച്ച് എനിക്ക് ഐ ആം വെരി പാഷനേറ്റ് അബൌട്ട് ഈ പറഞ്ഞ പോലെ RJing എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഞാനത് ജോലി വിടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് ആ സിനിമ ഓഫേഴ്സിനോടൊക്കെ ഞാൻ നോ പറഞ്ഞു. തുടക്കത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആക്ച്വലി കുറച്ച് കസിൻസിൻ്റെ അടുത്തൊക്കെ, ഐ മീൻ ഡിസ്റ്റൻറ്റ് കസിൻസിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, ചേച്ചി നിങ്ങൾ എന്ത് മണ്ടത്തരായി കാണിക്കണം, ഞങ്ങളൊക്കെ ഇത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയൊരു ചാൻസ് കിട്ടാൻ, നിങ്ങൾ ഇത്രയും വലിയ ചാൻസ് ഒക്കെ കളഞ്ഞോ. അപ്പോൾ നമുക്ക് ചില സമയത്ത് ചിലതിൻ്റെ ഒന്നും ഇത് നമുക്ക് അറിയില്ല. അപ്പം ഞാനിങ്ങനെ ശരിയാണല്ലേ, ഒന്ന് ഇരുന്ന് ആലോചിച്ചപ്പോൾ ഞാനും ശരിയാണല്ലേ. പിന്നെയാണ് അങ്ങനെ ഒരു ചിന്ത വന്നു തുടങ്ങിയത്. പിന്നെ ഒരു വട്ടം നമ്മുടെ ഡോറ് മുട്ടിയ സാധനം പിന്നെ കിട്ടണമെങ്കിൽ, നമ്മൾ നോ പറഞ്ഞ് പിന്നെ കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്. അതിൻ്റെ വില നമുക്ക് അറിയണമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ പതുക്കെ ഓക്കെ, എന്താ പറയുക, ഇതൊക്കെ ഒരു സീരിയസ് ആയിട്ട് എടുക്കാം എന്നുള്ള രീതിക്കാണ് ഞാൻ പിന്നെ അവിടുന്ന് ആ ഫേമിൽ നിന്ന് ഇറങ്ങുന്നതും. പക്ഷേ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസ് വരണം, ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ അത് വിത്തിൻ കുറച്ച് മാസത്തിൽ തന്നെ എനിക്ക് വേറൊരു ഫേമിൽ, മീൻ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഫേമിൽ അവർ വിളിച്ചു. അവിടെ എനിക്ക് സിനിമകൾ ചെയ്യാം, നിങ്ങൾ വരൂ, ഇവിടെ വർക്ക് ചെയ്യൂ, സിനിമകൾ ചെയ്യൂ. അത്ര ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ RJing ഒരു സൈഡിൽ കൂടെ പോവും, ഇതും ഒരു സൈഡിൽ കൂടെ പോവും. പാഷനും ഉണ്ട്, അതെ, എല്ലാം എങ്ങനെയൊക്കെയോ താങ്ക് ഗോഡ് അങ്ങനെ വന്നു. അപ്പോൾ അതും ചെയ്യുന്നു, ഇതും ചെയ്യുന്നു. പക്ഷേ അതിനൊരു സമയമെടുത്തു. ആ ഫസ്റ്റ് വന്ന ഓപ്പർച്യൂണിറ്റീസിനോട് നോ പറഞ്ഞ് പിന്നെ വരാനുള്ളൊരു ടൈം ഗ്യാപ്പ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനുശേഷമാണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ചെയ്തത് മലയം കുഞ്ഞാണ്. മലയം കുഞ്ഞിൽ ആക്ച്വലി എന്നെ അങ്ങനെ കാണാനൊന്നും പറ്റില്ല, പക്ഷേ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് അതാണ്. അപ്പം അങ്ങനെ പതുക്കെ പിന്നെ പേരല്ലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ചെയ്തു. അതാണ് പിന്നെ ഒരു ആസ് എൻ ആക്ടർ കുറച്ച് ആൾക്കാർ അറിഞ്ഞത്. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടാണ് മറ്റെല്ലാ പ്രോജക്ട്സും വന്നത്. അത് കണ്ടിട്ടാണ് ഓരോരുത്തരും റെഫറൻസ് അതായിരുന്നു. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കതും അങ്ങനെ തന്നെ പിന്നെ വന്നത്. ഇപ്പം മധുവിധുവിന് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു എക്സ്പോഷർ കിട്ടി. എല്ലാവരും സ്നേഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് അതിൽ ചെയ്യാൻ പറ്റുക. അതിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? അത് ഭയങ്കര, അതായത് ഭയങ്കര സന്തോഷമാണ്. അത് എനിക്കത് പറയുമ്പോൾ തന്നെ ഒന്നാമത്തെ നല്ല ടീമാ. നമുക്ക് നമ്മളുടെ ബഡീസിന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ. ഒരു ഡാബോഡാ ബന്ധം, അല്ലെങ്കിൽ നമ്മളൊരു കമ്പനി അടിച്ചൊരു അങ്ങനത്തെ ഒരു സെറ്റായിരുന്നു. എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. അതിന് പിന്നെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലെവൽ, ഈ സ്നേഹം എല്ലാവരും ഷെയർ ചെയ്യും. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കാണുമ്പോഴും ഗ്യാദർ ചെയ്യുമ്പോഴൊക്കെ അയ്യോ എന്താ പറയുക, അതൊരു ഹെവൻലി ഫീൽ ആട്ടോ. ഞാനിപ്പോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇപ്പോഴും എനിക്ക് മെസ്സേജസ് വരുന്നത് ചിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തോടെ കുറേ മെസ്സേജസ് വരും. ഇപ്പോഴും ഞാനത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വൈബിൽ തന്നെയാണ് പോണത്. സോ ഹാപ്പി അബൌട്ട്. ഇതിനിടയ്ക്ക് റിയാലിറ്റി ഷോയിലോട്ടുള്ളൊരു എൻട്രി ഉണ്ടായിരുന്നു. ആക്ച്വലി റിയാലിറ്റി, ഞാൻ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ റിയാലിറ്റി ഷോ ആണ്. ഫസ്റ്റ് റിയാലിറ്റി ഷോ ആണ് അത് അമൃത TV വനിതാരത്നം സീസൺ 5 എന്ന് പറഞ്ഞിട്ട്. അതിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു. അതൊരു 9 months-ഓളം. അവിടെയാണ് ഞാൻ ഉറപ്പിക്കുന്നത് ദാറ്റ് എനിക്ക് ഈ അക്കാഡമിക്സ് അല്ല എൻ്റെ സംഭവം, എനിക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള എവിടെയെങ്കിലുമൊക്കെ നിന്നാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ. അപ്പോൾ ആ ഒരു 9-10 മാസം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു തിരിച്ചറിവ്, മേ ബി അതായിരിക്കും എൻ്റെ തിരിച്ചറിവിൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ബിക്കോസ് അതിൽ നമ്മൾ എവറി മന്ത് ഞങ്ങൾ ട്രിവാൻഡ്രം പോകും. ഞങ്ങൾ കണ്ടസ്റ്റൻസ് ട്രിവാൻഡ്രം ഒരു 21-ഓളം കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു.
ട്രിവാൻഡ്രം പോകുന്നു, നമ്മൾ ഓരോ റൗണ്ടിൽ എലിമിനേഷൻസ് വരും, അടുത്ത റൗണ്ടുകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഈ 10 മാസം പ്രിപ്പറേഷൻ ഭയങ്കര രസമായിരുന്നു ജേർണി. അപ്പം ഞാനത് ഭയങ്കര ആസ്വദിച്ച് ചെയ്തൊരു സാധനമാണ്. ഞാൻ ഭയങ്കര ജീവനോടെ ഇരുന്നൊരു ടൈമാണ്. അപ്പോൾ ആക്ച്വലി അതാണ് എനിക്കിഷ്ടം എന്നുള്ളത് തിരിച്ചറിഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ബയോടെക്നോളജിയൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ ആക്ച്വലി അത് മറന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര നല്ല ഓപ്പർച്യൂണിറ്റി. വഴിത്തിരിവായത് നമ്മൾ അതിലൂടെ നമുക്ക് എന്താ, അതായത് ആ റിയാലിറ്റി ഷോയുടെ പ്രത്യേകത അതൊരു സോങ് മാത്രമല്ല, അല്ലെങ്കിൽ സിംഗിങ് മാത്രമല്ല, ഒരു ഡാൻസിങ് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സാധനത്തിനെ മാത്രം പുറത്ത് കാണിക്കുന്ന ഒരു ടാലൻറ്റ് ഷോ അല്ല അത്. എന്ത് ചെയ്യാം, മരം കയറാൻ പറഞ്ഞാൽ മരം കയറണം, സൈക്കിൾ ഓടിക്കാൻ പറഞ്ഞാൽ സൈക്കിൾ ഓടിക്കണം, ട്രാഫിക് നിങ്ങൾ റെഗുലേറ്റ് ചെയ്യും, ഒരു ദിവസം നിങ്ങൾ ട്രാഫിക് പോലീസ് ആവുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യണം. ഞങ്ങൾക്ക് അങ്ങനത്തെ ഗ്രൗണ്ട്സ് ഉണ്ടായിരുന്നു. സോ എല്ലാം നമ്മൾ ചെയ്യാണ്. മൈമൊന്നും ജീവിതത്തിൽ ചെയ്തിട്ടില്ല, പക്ഷെ മൈമ ചെയ്തു. അങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്തു. അപ്പോൾ നമുക്ക് എന്തും ചെയ്യാം, ഭയങ്കര ധൈര്യം കിട്ടില്ലേ. മേ ബി അതായിരിക്കും ഞാൻ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം, നമുക്ക് നമ്മളുടെ മേലൊരു കോൺഫിഡൻസ് വരാൻ കാരണം ആ റിയാലിറ്റി ഷോ ആയിരിക്കും ഉറപ്പായിട്ടും. ഇപ്പം ഈ പലരും പറയുന്നു, ഇപ്പം ഞാനൊരു ആങ്കർ ആയിട്ടിരിക്കുമ്പം ഞാൻ പലപ്പോഴായിട്ട് കേൾക്കേണ്ടി വരുന്ന ഒരു ചോദ്യമാണ്, നിനക്ക് അവിടെ ആങ്കറിങ് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യം കേൾക്കുന്നുണ്ട്. പക്ഷെ അവിടെ വേറെ പണികളുണ്ട്, അത് എങ്ങനെയെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് പാടാം. അപ്പം ഒരു ആർജെ എന്ന രീതിയിൽ അങ്ങനത്തെ ചോദ്യം, നിനക്ക് ഇങ്ങനെ ഇത് മാത്രം ചെയ്താൽ പോരെ, ഷോസ് ഉണ്ടല്ലോ, ഇന്റർവ്യൂസ് ഉണ്ടല്ലോ, ഇത് മാത്രം ചെയ്താൽ പോരെ എന്നുള്ളൊരു ചോദ്യം കേൾക്കുന്നുണ്ടായിരിക്കാം. എന്തായിരിക്കും അതിനുള്ളൊരു ആൻസർ? എന്താണ് ശരിക്കും ആർജെ എന്നതിനോട്, എന്നൊരു ജോലി എന്താണ് ശരിക്കും? അല്ല, ആക്ച്വലി ഇതിന് തുടക്കത്തിലായിട്ട് പറയുമ്പോൾ ഞാൻ പലയിടത്തും പറയാറുണ്ട്, എൻ്റെ അമ്മയെ കുറിച്ച് പറയണതാണ്, പക്ഷെ എന്നാലും ഞാനത് പറയും. കാരണം എനിക്ക് ഈ ജോലി കിട്ടിയിട്ട്, കാരണം ഞാനൊരിക്കലും അമ്മയൊന്നും ഇങ്ങനെ ഒരു ആർജെയിങ്ങിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. ഞാൻ ഞാൻ തന്നെ പോയി കണ്ടുപിടിച്ച് ഞാൻ തന്നെ ഒക്കെ അതിൻ്റെ എല്ലാ പിന്നാലെ നടന്ന് കിട്ടിയ സംഭവമാണല്ലോ. അപ്പോൾ ജോലി കിട്ടിയെന്ന് നമ്മൾ അറിയുന്ന സമയത്ത് വീട്ടിൽ പറഞ്ഞു, എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ റിലേറ്റീവ് ആരോ വിളിച്ചു തോന്നിട്ട്, ഫോൺ കോൾ. അപ്പം ഞാനിങ്ങനെ കേൾക്കുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞു, വിജിക്ക് ജോലി കിട്ടിയിട്ടോ, വിജി ഇങ്ങനെ റേഡിയോ ജോക്കി ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അപ്പുറത്ത് ചോദിക്കുന്നത്, എന്ത് റേഡിയോ ജോക്കിയോ, അതെന്താ ചോദിക്കുമ്പോൾ അപ്പം അമ്മയുടെ ഡയലോഗാണ്, ഈ വളവളവളാന്ന് ഇങ്ങനെ സംസാരിക്കില്ലേ, അത് തന്നെ. അപ്പം ഞാൻ എൻ്റെ വീട്ടുകാരോട് ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കും? ആദ്യം അവിടെയാണ് മനസ്സിലാക്കാൻ വളവളവള. ഇത് കുറച്ച് പണിയുണ്ട് അതിൻ്റെ പിന്നിൽ. നമ്മളത് ടെക്നിക്കലി ആ കൺസോൾ ഹാൻഡിൽ ചെയ്യണം, നമ്മൾ ടൈം ഹാൻഡിൽ ചെയ്യണം, നമ്മൾ എന്താ പറയണേന്നുള്ളത് നമുക്ക് ധാരണ വേണം, എന്താ തുടക്കം, എന്താ നടുക്ക് ഭാഗം, എന്താ അതിൻ്റെ ഒടുക്കം, ഇതൊക്കെ നമുക്കറിയണം. ഡെയിലി നമ്മൾ അപ്ഡേറ്റഡ് ആവണം. കുറെ പണിയുണ്ട് ഇതിൻ്റെ പിന്നിൽ. ചെറിയ കാര്യം ഇതൊക്കെ എങ്ങനെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ ഗ്രാജുവലി അമ്മയ്ക്ക് മനസ്സിലാവും. പക്ഷെ എന്തായാലും ആൾക്കാർ ചോദിക്കും, നിങ്ങൾക്ക് സുഖമല്ലേ ശരിക്കും, ഒരു എന്താ ഇത് വെറുതെ വർത്താനം പറഞ്ഞാൽ പോരെ? വെറുതെ വർത്താനമല്ല. അറ്റ്ലീസ്റ്റ് ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളൊക്കെ കുറച്ചെങ്കിലൊക്കെ ആൾക്കാരുള്ളിലേക്ക് വന്നിട്ട്. നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു സാറയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്ന ബാംഗ്ലൂർ ഡേയ്സിലെ ആർജെയിങ് അല്ല, അതിന് കുറേ, അതായത് അങ്ങനെ നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുന്നൊരു ഏരിയയോ, അതിൻ്റെ പിന്നിൽ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കുറേ പേർക്കൊക്കെ മനസ്സിലാവേണ്ടി തോന്നുന്നുണ്ട്. എളുപ്പമല്ല. ഇപ്പോൾ കുറേ പേര് ചോദിക്കും കേട്ടോ, നിങ്ങൾ ഇപ്പം ഞാനിപ്പോൾ ഒരു അറൗണ്ട് ഒരു 13 years ആയി വർക്ക് ചെയ്യണം. അപ്പോൾ ചോദിക്കും, ഇത്രയും കാലമായിട്ടും എങ്ങനെയാണ് നിങ്ങളിങ്ങനെ ഇത്രയും വർഷം ആയതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം മാറിയിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ടോപ്പിക്കുകൾ ഇങ്ങനെ കണ്ടുപിടിച്ച് ഡെയിലി പറയണം, ഭയങ്കര പാടല്ലേ? അപ്പം ഞാൻ സമാധാനം, അറ്റ്ലീസ്റ്റ് അത് അങ്ങനെ ചോദിക്കുന്നത്. ഇത് ഞാൻ ചോദിക്കാനിരുന്ന ചോദ്യമായിരുന്നു. ഇത്രയും വർഷമായി ഇതിൽ നിൽക്കുന്നത്, ഇപ്പം വർക്ക് ചെയ്യുന്ന ഫേമിലാണെങ്കിൽ പോലും കുറെ വർഷം. അപ്പം ഡെയിലി ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഒരു ദിവസം പറഞ്ഞ കാര്യം നെക്സ്റ്റ് ഡേ പറയാനായിട്ട് പാടില്ല. എങ്ങനെയാണ് അപ്പൊ ഈ ടോപ്പിക്കുകൾ കണ്ടുപിടിക്കുന്നത്? അത് ഒരു ടാസ്ക്കാണ്. അത് ആക്ച്വലി ടാസ്ക്കാണ്. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഒരു വർഷത്തിൽ സ്പെഷ്യൽ ഡേയ്സ് എടുത്ത് നോക്കിയാൽ തന്നെ, ഇപ്പം നമ്മളൊരു ഓണം അല്ലെങ്കിൽ വിഷു, നമ്മൾ 13 വർഷമായിട്ട് ഓണം പറഞ്ഞുകൊണ്ടിരിക്കുക. 13 വർഷം വിഷു പറഞ്ഞിട്ടുണ്ട് ഞാൻ, 13 വർഷം ഞാൻ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എവറി ഇയർ പറയുമ്പോൾ നമുക്കും അതൊരു ചടപ്പ് ഫീൽ ഇല്ലാത്ത രീതിയിൽ പറയാന്നൊക്കെ പറയുന്നതും, നമുക്ക് പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കാന്ന് പറയുന്നതും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ മടുപ്പില്ലാതെ നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർ പെട്ടെന്ന് റിസൈൻ ചെയ്ത് പോകും. അതാണ് ചില ആർജെയ്സ് ആണെങ്കിലും വിജയ്സ് ആണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറുന്നത്. എനിക്ക് ഇതുവരെ അത് വലിയ പ്രശ്നമില്ലാണ്ട് പോയിട്ടുണ്ട്. ഈ ആർജെക്ക് സൗണ്ട് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് എന്നുള്ളത് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഇപ്പം അത് മാറുന്നുണ്ട്. എന്താണ് അതിന് പിന്നിലുള്ളൊരു? അല്ല, എൻ്റെ ശബ്ദത്തിനെ കുറിച്ച് എനിക്ക് വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്നോട് പറഞ്ഞ പോലെ വീട്ടിലെ അമ്മയാണെങ്കിലും ഈ ഡാൻസ് ഒക്കെ ഇഷ്ടം പോലെ കളിച്ചു, പാട്ട് പാടരുതെന്ന് പറയും, അത്ര ബോറാന്ന് പറയും. അപ്പം ഞാൻ സൗണ്ട് കേട്ടിട്ട് ശബ്ദം എന്ത് ഭയങ്കര അലമ്പ് പാട്ടാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചില്ല ഞാൻ ശബ്ദം എൻ്റെ ഒരു പ്രൊഫഷൻ ആവുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അപ്പം എനിക്കത് അത്ഭുതം, എന്തൊക്കെയാണ് നടക്കണത്. ഒരു പാഷൻ്റെ പുറത്തും ഒരു ഇൻതൂസിയാസത്തിൻ്റെ പുറത്തും ഇറങ്ങി പുറപ്പെടുന്ന, നമുക്ക് എന്തും ചെയ്യാൻ വില്ലിങ് ആണ്, റിസെപ്റ്റീവ് ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കിപ്പോഴും അതൊക്കെ ഒരു അത്ഭുതമായി. എങ്ങനെ ഞാൻ ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ടിൽ ഡേറ്റ് എൻ്റെ റെഗുലർ ഇൻകം എന്ന് പറയുന്നത് ആർജെ ആയിട്ടുള്ള ഇൻകം തന്നെയാണ്.
അപ്പോൾ വോയിസ് ടെസ്റ്റിനൊക്കെ കയറുമ്പോഴൊക്കെ ഞാനൊക്കെ എൻ്റെ ശബ്ദമൊന്നും ഓവർ ദ പീരീഡ് നമ്മൾ ഒരു റിഫൈനിങ് വരും ശബ്ദത്തിലൊക്കെ. മേ ബി സംസാരിച്ച് ഒരു ചെറിയ ചേഞ്ചൊക്കെ വരുന്നുണ്ടായിരിക്കും. പക്ഷെ തുടക്കത്തിലൊക്കെ അനമ്പ് ശബ്ദ എന്താണോ ഉണ്ടായത്. വോയിസ് ടെസ്റ്റിനൊക്കെ പോയപ്പോൾ മേ ബി എനിക്കത് തലയിൽ വിധിച്ചതായതുകൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത് ശബ്ദത്തിൻ്റെ ഒരു ഭയങ്കര മാസ്മരികതയൊന്നുമല്ല. നമ്മളെങ്ങനെ ഒരു സബ്ജക്റ്റിനെ എടുക്കുന്നു, നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി എന്താണ്, ആ പേഴ്സണാലിറ്റിയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് അവിടെ ഇരിക്കുന്ന ആൾക്കാർ, ഐ മീൻ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത്. ശബ്ദം മോശമാണെന്ന് പറഞ്ഞിട്ട് ആരും, അല്ലെങ്കിൽ ശബ്ദം മോശമാണെന്നുള്ള ഒരു ധാരണ വെച്ചിട്ട് ഒരിക്കലും ആർജെ ആവാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. ശബ്ദം നല്ലതായതുകൊണ്ട് ആർജെ ആവാൻ പറ്റുമെന്നും വിചാരിക്കേണ്ട. ഇത് രണ്ടിലും ഇല്ല. ഇപ്പം ഈ ആർജെയിങ് പ്ലസ് ആക്ടിങ് ഉണ്ട്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഇപ്പം മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? കുറച്ച് പാടാണ്, ടു ബി ഓണസ്റ്റ്. രണ്ട് പ്രൊഫഷൻ കൊണ്ടുപോകുന്നത് കുറച്ച് പാടാണ്. കാരണം നമുക്ക് നമ്മുടെ ഫാമിലി, പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു ഫ്രീ ടൈം കിട്ടുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും രണ്ടിനോടും ഒടുക്കത്തെ ഇഷ്ടമുള്ളത് കൊണ്ട് സംഭവ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇപ്പം ഗസ്റ്റ് ഒക്കെ വന്നിരിക്കുമ്പോഴാണെങ്കിൽ ഇപ്പം ആക്ച്വലി ഒരു ആർജെ മാത്രമല്ല സെലിബ്രിറ്റി എന്നുള്ള രീതിയിലും കൂടെ എത്തി. അപ്പോൾ ഗസ്റ്റ് വന്നിരിക്കുമ്പോൾ രണ്ട് സെലിബ്രിറ്റീസ് ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അതും ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പരിചയമില്ലാതെ അന്ന് കാണുമ്പോഴായിരിക്കും പരിചയം ഉണ്ടാവുക. പക്ഷെ ഇപ്പോൾ കുറേ പേരെയൊക്കെ നമുക്ക് നേരത്തെ അറിയാം, ഇവിടെ ഉണ്ടോ ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു രസമുള്ള ഫീലാണ്. അതും അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പുറത്തും ഇരിക്കാൻ പറ്റുന്നു, അപ്പുറത്തും ഇരിക്കാൻ പറ്റുന്നു. അവർ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും ചില സമയത്ത്. രസമാണത്. ഇപ്പം ഇത്രയും ഒക്കെ ആയി കഴിഞ്ഞപ്പം ഈ വീട്ടിലെല്ലാവർക്കും തുടക്കത്തിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നല്ലോ. ഇപ്പം മൂവീസ് ഒക്കെ വന്നു, ഇപ്പം ഇത്രയും ഒരു സ്റ്റേജ് ഇങ്ങനെ മാറുന്ന കണ്ടിട്ട് അവരൊക്കെ എന്ത് ഹാപ്പിയാണ്. അതായത് അവർക്ക് എൻ്റെ ഫാമിലിയൊക്കെ എന്താണ് മക്കൾക്ക് ഇഷ്ടം അവരത് ചെയ്തോട്ടെ എന്ന് പറയുന്ന ഭയങ്കര ഒരു ഫ്രീഡം, എന്താ പറയുക, ടു ദ കോർ എന്നൊക്കെ നമുക്ക് കിട്ടുന്നൊരു ഫാമിലിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇവൾക്ക് അബദ്ധങ്ങൾ സംഭവിക്കരുത്, ലൈക്ക് ജോലി തേടി പോയിട്ട് ജോലി കിട്ടാതിരിക്കുന്നതും അതിൻ്റെ വിഷമമൊന്നും അനുഭവിക്കരുത് എന്നുള്ളതാണ് അവരുടെ കൺസേൺ. നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച് അവർ, നമുക്ക് ടാലൻ്റ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് പറ്റും എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ഡൗട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ഗ്രാജുവലി അത് ഓരോന്ന് അച്ചീവ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. ഇപ്പോൾ പിന്നെ അമ്മയ്ക്കൊക്കെ അച്ഛനൊക്കെ മെസ്സേജസും എല്ലാവരും, അതായത് ഫാമിലി എല്ലാവർക്കും ഇപ്പോൾ ഇങ്ങനെ മെസ്സേജൊക്കെ വരും, അതായത് ഇങ്ങനെ കണ്ടുട്ടോ. അപ്പോൾ അവരൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അത് ഉറപ്പല്ലേ, എന്താണെങ്കിലും എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയല്ലേ, മക്കൾക്ക് നല്ലത് സംഭവിക്കണു, അവരെ കുറിച്ച് നല്ലത് പറയണമെന്ന് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് വയ്ക്കാണ്. പക്ഷെ റാപ്പിഡ് ആയിട്ട് പറയണ്ട, ആലോചിച്ച് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ പറയൂ, ആലോചിച്ച് പറഞ്ഞാൽ മതി. ഭയങ്കര സിമ്പിളായിട്ട് തന്നെ പറയാൻ പറ്റുന്നതൊക്കെ തന്നെ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഓക്കെ. ആഞ്ഞിലിമുട്ടിൽ ഫാമിലി, എന്താണ് ഈ ഫാമിലിയെ പറ്റി പറയാനുള്ളത്? നിറച്ച് സ്നേഹമുള്ളൊരു ഫാമിലി, നിറച്ച് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൊരു ഫാമിലി, ഭയങ്കര ഫോർവേഡ് തോട്ട്സ് ഉള്ളൊരു ഫാമിലി. അതാണ് ആഞ്ഞിലിമുട്ടിൽ ഫാമിലി. ഫോർവേഡ് തോട്ട്സ് ആണോ? അല്ലേ, ഉറപ്പല്ലേ. കാരണം എന്താ വെച്ചാൽ ഓക്കെ, അവൻ്റെ കല്യാണത്തിന് നീ ഇല്ലെങ്കിലും സാരമില്ല, പോട്ടെ, അവനത് മനസ്സിലായിക്കോളും, അവൻ തെറ്റിപ്പോയാലും തിരിച്ചു വരും എന്ന് പറയണത് ചെറിയ ഇല്ലാത്ത ഫാമിലി ഒരു കല്യാണം. അത് അവരതിനോട് അഡാപ്റ്റഡ് ആവാൻ റെഡി ആയതുകൊണ്ടാണ്. മക്കൾ പലതരത്തിൽ കല്യാണം കഴിച്ച് വരുമ്പോഴും അവിടെ ഒന്നും നടക്കുന്നില്ല. അവരൊക്കെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു ഫാമിലിയാണ്. പിന്നെ ആൺമക്കൾ മാത്രമുള്ളൊരു ഫാമിലിക്കുള്ള കുറച്ച് എടുത്തുചാട്ടങ്ങളും അതാണ് കണ്ട അപ്പടിക്കണത്. എന്തെങ്കിലും പ്രശ്നം തോന്നി അപ്പടിക്കുക. കാരണം അവർ അങ്ങനെയാണ് വളർന്നിരിക്കുന്നത്. പക്ഷെ സ്നേഹമില്ലാത്തവരല്ല, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്, അവർക്കിടയിൽ അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഒരു സ്നേഹമുള്ള ഫാമിലി ഞങ്ങളൊക്കെ എത്തിയല്ലോ, ശരിയാക്കി സ്നേഹത്തോടെ പൊക്കോളൂ. ഓക്കെ, വർഗീസ് ആൻഡ് ഫാമിലി, അതിനെപ്പറ്റി പറയുന്ന സമയത്ത് ഒരു പൊളിറ്റിക്കൽ ലൈഫാണല്ലോ, അതും ഇതും ബാലൻസ് ചെയ്യാനുള്ളതും അതിൽ കുറേ ആഗ്രഹങ്ങൾ, അതായത് ഓരോരുത്തർക്കും അധികാരമോഹമുള്ളൊരു മകൻ, അധികാരമോഹം ഉള്ളൊരു ഭാര്യ, അവിടെ ഈ ഒരു ക്ലാഷ് ഉള്ളൊരു ഫാമിലിയാണ്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അത്ര സമാധാനം ഇല്ലാത്ത ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് അവിടെ. അപ്പം അതാണ് ആ ഫാമിലി. അതെ. ഈ ക്യാമറയ്ക്ക് മുന്നിലിരിക്കുമ്പോഴാണോ മൈക്കിന് മുന്നിലിരിക്കുമ്പോഴാണോ കൂടുതൽ ടെൻഷൻ? രണ്ടും ടെൻഷനാണ്. മൈക്കിലിരിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പോഴും ഫസ്റ്റ് നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ ദൈവമേ എന്നുള്ള ആ ഒരു ഇതുണ്ട്. എങ്ങനെ പാളി പോകുന്നുള്ളൊരു പാളെന്നുള്ളതിനെക്കാട്ടിലും ഒരു ഫസ്റ്റ് ചെയ്യുന്ന പോലത്തെ ആ ഒരു കിതപ്പ് ഉണ്ട്, അതിപ്പോഴും ഉണ്ട്. അതെനിക്കിഷ്ടമാണ്. സ്റ്റേജിൽ കയറുമ്പോൾ ഡാൻസ് ചെയ്യാൻ കയറുകയാണെങ്കിലും ഒരുപാട് ഹാർട്ട് ബീറ്റ്സ് വന്ന് ഞാനിങ്ങനെ അമ്മേ പെർഫോം ചെയ്യാൻ പോവാണ്. അത് ഇഷ്ടമാണ് എനിക്ക്, അത് രസമാണ്. പക്ഷെ ഒക്കെ ഉണ്ട്. ഇപ്പം ആർജെ, ആക്ടർ, ഡാൻസർ, ഇതിലൊന്ന് ചൂസ് ചെയ്യേണ്ടി വന്നാൽ ഭയങ്കര പാടാണ്, അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ ബേസിക്കലി ഡാൻസറാണ്. അതായത് ഡാൻസ് ആണ് എല്ലാത്തിൻ്റെയും ബേസ്.
RJ ആയി മാറുക എന്നുള്ളതൊന്നും ചിന്തിച്ചിട്ടില്ല. ആക്ടറാവും, മേ ബി ഡാൻസിലും അഭിനയം ഒക്കെ വരുന്നതുകൊണ്ട് ഒരു ലെയർ അതിലുണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ ബേസിക്കലി ഡാൻസറാണ്. അതാണ് കോൺഫിഡൻസും എല്ലാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്കൂൾ ലെവലിൽ കളിക്കുകയാണെങ്കിലും ഒരു അമ്പലത്തിൽ കളിക്കുകയാണെങ്കിലും എവിടെ കളിക്കുകയാണെങ്കിലും ആ ഓഡിയൻസ് തരുന്ന ഒരു ക്ലാപ്പ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കോൺഫിഡൻസിൻ്റെ ഫസ്റ്റ് ലെവൽ. അപ്പോൾ എന്തൊക്കെ ആയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ആ കിട്ടിയ ക്ലാപ്പുകളായിരിക്കും. സോ ബേസിക്കലി ഡാൻസർ എന്നുള്ളത് ഞാൻ കുറച്ച് കൂടുതൽ പറയും. പക്ഷെ മറ്റത് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ചോദ്യം ചോദിക്കുന്നതാണോ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണോ എളുപ്പം ഇന്റർവ്യൂവിന്റെ ബേസിസിൽ വരുമ്പോൾ? ചോദ്യം ചോദിക്കുന്നത് എളുപ്പമല്ല, നല്ല പ്രിപ്പറേഷൻ വേണം. മറുപടി പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ നമ്മളൊരു ആലോചിച്ചിട്ടൊക്കെ പറയാൻ റെഡി ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയും. പക്ഷെ ചോദ്യം ചോദിക്കുന്നതിന് കറക്റ്റ് പ്രിപ്പറേഷനും അറിയാലോ, ജ്യോതിഷയ്ക്ക് അറിയാലോ, നമ്മൾ എത്ര റിസർച്ച് നടത്തുന്നതാ. അത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട്, ഇപ്പോൾ ഒരു RJ ആണെങ്കിലും VJ ആണെങ്കിലും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ കുറച്ച് റിസർച്ച് നടത്തും. പക്ഷെ കുറച്ച് പാടാണ്. അതിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ വെരി ക്ലോസ് ടു ഹാർട്ടായിട്ട് തോന്നുന്ന ഒന്ന്? എനിക്ക് 2 കഥാപാത്രങ്ങൾ വളരെ ക്ലോസ് ടു ഹാർട്ടാണ്. ഒന്ന് പേരലൂർ പ്രീമിയർ ലീഗ് ഹോട്ട്സ്റ്റാറിലുള്ള സീരീസ്, അതിൽ ഷംല എന്നുള്ള കഥാപാത്രം. കാരണം അതിലെനിക്ക് ഒന്നാമത്തത് അതെനിക്ക് ഓഡിഷനിലൂടെ കിട്ടിയിട്ടുള്ള ഇതാണ്. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ പല ഓഡിഷനിൽ എനിക്ക് ഞാൻ ഇപ്പോഴും ഓഡിഷനിൽ കുറച്ച് ടെൻഷൻ ആവുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഓഡിഷൻസിൽ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടാതെയും പോയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഈ കോൺഫിഡൻസ് ഒക്കെ തകർന്ന് തരിപ്പണമായിട്ട് പിന്നെയും നമ്മൾ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു PPL ഏകദേശം ഒരു 3ഓളം കഥാപാത്രങ്ങളുടെ ഓഡിഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് അറ്റ് എ ടൈം 3 കഥാപാത്രങ്ങളുടെ തന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് ഷംലയായിട്ട് എന്നെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് തന്നിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഷംല, പിന്നെ മാത്രമല്ല അതിൽ പെർഫോം ചെയ്യാനും ഷംലയ്ക്ക് കുറച്ചൊരു സ്ക്രീൻ സ്പേസും കാര്യങ്ങളും പെർഫോം ചെയ്യാനും ഒരു ക്യാരക്ടറിൻ്റെ ഒരു ആർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ക്യാരക്ടറാണ്. ഇവന് ഇപ്പോൾ ചിന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. കാരണം ഭയങ്കര സ്നേഹമാണ് ചിന്നുവിനോട് എല്ലാവർക്കും. അപ്പം അതുകൊണ്ട് ഈ 2 അതെ, അതിനും ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ട് ശരിക്കും. ആ ഒരു ക്യാരക്ടറിന് ഒരു രീതികളും അതിൻ്റെ ഒരു സ്വഭാവങ്ങളും ഒക്കെ ഉണ്ട്. അതെ. അടുത്തത് സോഷ്യൽ മീഡിയ കമൻസ് ഓർ റേഡിയോ കോൾസ് ഏറ്റവും ഹൈ തരുന്നത് ഇതിലേതാണ്? റേഡിയോ കോൾസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ലൈവാണ്. നമ്മൾ റെക്കോർഡഡ് ഷോസ് അല്ല ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നാടകം ചെയ്യുമ്പോൾ കറക്റ്റ് വ്യൂവേഴ്സിൻ്റെ അടുത്ത് അപ്പം കിട്ടുന്ന റെസ്പോൺസ് പോലെ തന്നെ ആണ് റേഡിയോ. ഈ അപ്പുറത്തിരിക്കുന്ന ആൾ എന്താണോ ഏതാണോ ഒന്നും അറിയാതെയാണ് റോഡിലൂടെ പോകുന്ന ഒരു കാറിലൂടെ പോകുന്ന ഒരാൾ നമ്മളെ വിളിക്കുന്നതും നല്ല പ്രസൻറ്റേഷൻ ആണ് കേട്ടോ, ശബ്ദം ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അത് ഭയങ്കര രസമാണ്. മറ്റേത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളെ കാണുന്നു, നമ്മൾ എന്താണെന്ന് ഏറെക്കുറെ കുറച്ചൊക്കെ ഒന്ന് അതായത് ഒരു ഔട്ട്ലുക്ക് എന്താണെന്നുള്ളത് അറിയും. ഇതറിഞ്ഞിട്ടാണ് നമുക്ക് അപ്രിസിയേഷൻ വരുന്നത്. ഇത് റേഡിയോയിലുള്ള ഒരാൾ ആരാന്ന് പോലും അറിയില്ല. ഒരു വിജിത എന്ന് പറഞ്ഞത് കൊണ്ടോ വേറൊരു പേര് പറഞ്ഞത് കൊണ്ടോ എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല. എന്നിട്ടും നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളോട് പറയുമ്പോൾ അത് കുറച്ചുകൂടി രസമാണ്, കുറച്ചുകൂടി ഹൈ തരുന്നത്. അതെ. ഇതുവരെ ഇന്റർവ്യൂ എടുത്തതിൽ ഏറ്റവും ഞെട്ടിച്ച ഒരു ഗസ്റ്റ് എന്നുള്ളതിനെക്കാട്ടിലും എനിക്ക് ഭയങ്കര, അതായത് അപ്പുറത്തിരിക്കുന്ന ആളുടെ ഫീല് നമുക്കും മനസ്സിലായിട്ട് നമ്മളും ഭയങ്കര ചാർജ്ഡ് ആവുക എന്ന് പറയില്ലേ. വെങ്കി ആക്ച്വലി ഇതുപോലെ ഒരു റിയാലിറ്റി ഷോയിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണ്. വെങ്കിയും നല്ല ആക്ടർ ആവണമെന്ന് കൊതിയുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ഞാനും അങ്ങനെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ എനിക്ക് വെങ്കി പറയുന്ന ഓരോ കാര്യങ്ങളും ഫീൽ ചെയ്യാൻ പറ്റും. ഞാനും ചാർജ്ഡ് ആവുകയാണ്. വെങ്കിയും ഭയങ്കര രസമായിട്ട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഇൻ്റർവ്യൂ. അത് ഭയങ്കര റീച്ച് കിട്ടിയ ഒരു ഇൻ്റർവ്യൂ കൂടിയാണ്. വെങ്കിയുടെ ആ ഒരു സംസാരമൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടമാണ്. നാളെ രാവിലെ എണീക്കുമ്പോൾ സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കഴിവ് കിട്ടുകയാണെങ്കിൽ ആരുടെ എന്ത് കഴിവ് കിട്ടണം എന്നാണ് ആഗ്രഹം? സിനിമയിലെ അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ, അങ്ങനെ സിനിമയിൽ ഒരാളുടെ കഴിവ് കിട്ടണമെന്ന് എനിക്ക് കൊതി തോന്നിയിട്ടുള്ള ആർട്ടിസ്റ്റാണ് KPC ലളിത ചേച്ചി. എനിക്ക് അവരുടെ ഉർവശി ചേച്ചി, ഇവർ രണ്ടുപേരും ഒരു ആക്ടിങ് കഴിവ് എല്ലാം കിട്ടണം എന്നാണ് ആഗ്രഹം. ഒന്നൊന്നല്ല, കുറച്ച് കൂടുതൽ ആഗ്രഹമാണ്. അങ്ങനെയൊക്കെ എന്തൊരു മനുഷ്യന്മാരാണ് അവരൊക്കെ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. എപ്പോഴും ഭയങ്കര അഡ്മിറേഷനാണ്. അവരെ പോലെയൊക്കെ ആ കഴിവ് കിട്ടിയാൽ മതി. എനിക്കിപ്പോഴും ഭയങ്കര സങ്കടമുള്ള കാര്യം, കുറച്ച് മുന്നേ സിനിമയിൽ വന്നില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് എനിക്കുണ്ടെങ്കിൽ, എനിക്ക് ഇത്രയും ഗ്രേറ്റ് ആക്ടേഴ്സ്, അതായത് നമുക്ക് കുറേ പേരിപ്പോൾ ഇല്ല. ഒറ്റയടിക്കൊരു ഫ്രെയിം, ഇപ്പോൾ നമ്മുടെ പൊന്മുട്ടയിടുന്ന താറാവ് എന്നുള്ള സിനിമയുടെ ഫ്രെയിമൊക്കെ വെച്ചാൽ ആ ആൾക്കാർ പലരും ഇല്ല.
പണ്ടൊരിത്തിരി ബോധമുണ്ടെങ്കിൽ അയ്യോ ഇവരോടൊക്കെ അഭിനയിക്കാൻ ഉള്ളൊരു ചാൻസ് ആണ് മിസ്സാവണം എന്നുള്ളത് ഞാൻ ചിന്തിച്ചേനെ. പക്ഷെ ഇപ്പം എനിക്കത് ഭയങ്കര മിസ്സിങ്ങാണ്. അയ്യോ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയില്ലല്ലോ, ഒരൊറ്റ scene മതിയായിരുന്നു. ഒരൊറ്റ സീൻ കിട്ടിയില്ലല്ലോ എന്ന് തോന്നാറുണ്ട്. ഏറ്റവും പുളകം കൊള്ളിച്ച ഒരു അപ്രിസിയേഷൻ? അപ്പോൾ ആദ്യത്തെ ഒക്കെ അപ്രീസിയേഷൻ ആയിരിക്കും നല്ലത്. നമ്മൾ എന്തും ബേസാണ് നമ്മളെ എല്ലാം മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ പണ്ട് കുഞ്ഞു കുട്ടിയാകുമ്പോൾ ഒരു ഗ്രൂപ്പ് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. ഗ്രൂപ്പ് ഡാൻസ് കളിച്ച് എനിക്കൊന്ന് ജില്ലയോ ഡിസ്ട്രിക്ട് ലെവൽ എന്തോ മത്സരം. അപ്പോൾ കളിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ച സാറ് ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഇങ്ങനെ എടുത്തു. അപ്പം ഞാനിങ്ങനെ എനിക്കതൊന്നും എന്താണെന്ന് പക്ഷേ ആ ഒരു ഫീൽ എനിക്ക്, ഞാൻ നന്നായി കളിച്ചു എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ട്. ആളതങ്ങനെ എന്നെ കോരി അങ്ങോട്ട് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. വിജയൻ മാഷ് എന്നാണ് സാറിൻ്റെ പേര്. സാർ അത് ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കത് ഭയങ്കര ഓർമ്മയാണ്. ഫസ്റ്റ് ഒരു റിവാർഡ് അതാണ്. ഭയങ്കര കുഞ്ഞാന്ന് ഒരു 5-ലോ 6-ലൊക്കെ പഠിക്കുകയായിരിക്കും തോന്നുന്നു. അതെ അങ്ങനെ തന്നെ. യെസ്, ആ ഒരു ടൈമിൽ അപ്പോൾ സാറ് ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഇങ്ങനെ എടുത്തത് എനിക്ക് ഭയങ്കര, ഞാൻ അന്ന് എനിക്ക് എന്തിനാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണത്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഫീൽ. അതൊരു ഫസ്റ്റ് റിവാർഡാന്നുള്ളത് പിന്നീട് തിരിച്ചറിയണം. പക്ഷേ അപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് അതായിരിക്കും. അവിടുന്ന് പിന്നെ അതങ്ങോട്ട് ശീലമായി. ഇത്രയാണ് നമ്മുടെ റാപ്പിഡ് ഫയർ. ഓക്കെ. ഇപ്പം നേരത്തെ ഇതിൽ പറഞ്ഞല്ലോ ഓരോ ഇന്റർവ്യൂവിന് മുന്നേ ഉള്ള ആ ഒരു ടെൻഷൻ പറഞ്ഞല്ലോ, ടെൻഷനും അതിൻ്റെ ഒരു പ്രിപ്പറേഷനും. അപ്പം ഈ ഗസ്റ്റ് വന്ന് മുന്നിലിരിക്കുമ്പം തോന്നി, ഇപ്പം ചിലരെ ഓൾറെഡി 1-2 തവണ ഇന്റർവ്യൂ എടുത്ത ആൾക്കാരായിരിക്കാം, എങ്കിലും ആ ഒരു ടെൻഷൻ ഉണ്ടാകും. അപ്പം അത് എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? വിജിത ചേച്ചിയുടെ ഒരു വേ ഓഫ് ഹാൻഡ്ലിങ് എങ്ങനെയാണ്? ബ്ലാങ്ക് ആവുന്ന ഒരു സീൻ ഏതൊരാൾക്ക് സംഭവിക്കും. നമ്മളിപ്പോൾ അവരുടെ സംസാരത്തിൽ നമ്മൾ കേട്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് ബ്ലാങ്ക് ആവാൻ സാധ്യതയുണ്ട്. ഈ ബ്ലാങ്ക് ആവാൻ സാധ്യതയുള്ള സമയത്ത് നമുക്ക് മസ്റ്റായിട്ടും ഓർത്തെടുക്കാൻ പറ്റുന്ന കുറച്ച്, അതായത് അടുത്ത ചോദ്യം കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇതിലേക്ക് നോക്കാനുള്ളൊരു സമയം ചിലപ്പോൾ കിട്ടില്ല, നോക്കിയാൽ നമുക്ക് കണ്ണ് തെളിയില്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് സംഭവിക്കാറുണ്ട്. ഞാൻ എഴുതി വെച്ചതാണെങ്കിൽ പോലും എനിക്ക് എഴുതി വെച്ചെടുത്ത് എനിക്ക് കിട്ടാതിരിക്കാറുണ്ട്. അപ്പം ഞാനെപ്പോഴും ഓർമ്മയിൽ ഇത് എവിടെയെങ്കിലും ഞാനൊന്ന് സ്റ്റക്ക് ആവുകയാണെങ്കിൽ അവിടെ ഇടാനുള്ള ചില നുറുക്ക് സാധനങ്ങൾ ഞാനിങ്ങനെ മനസ്സിൽ ഓർത്ത് വയ്ക്കും. അപ്പം അതെൻ്റെ ഒരു ഇതാണ്. കാരണം അപ്പം ആ ചോദിക്കുന്ന ചോദ്യത്തിലായിരിക്കും ഞാൻ അടുത്തൊക്കെ എന്തൊക്കെയാണെന്നുള്ള ആലോചിക്കുന്നുണ്ടാവുക. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ എപ്പോഴും എൻ്റെ ഗസ്റ്റ് വരുമ്പോൾ ഞാൻ പറയും നമ്മളൊരു ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിക്ക് പറഞ്ഞാൽ മതി. ആദ്യമേ പറയും നമ്മളിത് എഡിറ്റ് ചെയ്യുന്ന സാധനമാണ്. സോ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഇത് ഔട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാം. പറഞ്ഞത് എന്തെങ്കിലും വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമുക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യാം. അതുകൊണ്ട് അവരെ ആദ്യം ഒന്ന് കൂളാക്കും. അപ്പം നമ്മളെപ്പോഴും ആദ്യം അവരോട് കുറച്ച് സംസാരിച്ച് നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്, ക്വസ്റ്റ്യൻസ് അല്ല, ലൈക്ക് നമ്മുടെ പാറ്റേൺ എന്താണെന്നുള്ളതൊന്ന് അവർ മനസ്സിലാക്കി കൊടുക്കും. അവരടുത്തൊരു ഫ്രണ്ട്ലി ഇതായി. പിന്നെ ഇപ്പോൾ പോകെ നമ്മളൊക്കെ കുറച്ചൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അത്ര വലിയ സീൻ വരാറില്ല. പക്ഷെ എന്നാലും ഈ സാധനം, ഈ ബ്ലാങ്ക് ആവല് ചിലപ്പോൾ എനിക്ക് പേഴ്സണലി ഇടയ്ക്ക് സംഭവിക്കാറുണ്ട്. അപ്പം അതിന് ഞാൻ എപ്പോഴും കോൺഷ്യസ് ആവാം. ബ്ലാങ്ക് ആകുമ്പോൾ ഞാൻ എന്താണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്, പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന ചില സാധനങ്ങൾ. ചിലപ്പോൾ ഒരു ഫുഡ് വെച്ചിട്ടായിരിക്കും, ഫേവറേറ്റ് ഫുഡ് ഏതായിരിക്കും ഞാൻ ചോദിക്കുന്നുണ്ടാവുക. പക്ഷേ അത് മേ ബി ആ ബ്ലാങ്ക് ആവുന്നതിൻ്റെ സാധനമായിരിക്കും ഫില്ല് ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ കോൺഷ്യസ് ആവും. ഇപ്പം കുറെ പേർക്കൊരു ഇൻസ്പിറേഷൻ കൂടെ ആകാണ് ഇപ്പം ചേച്ചി. ഇപ്പം അതായത് മീഡിയയിൽ ഇപ്പം എനിക്കാണെങ്കിലും സിനിമ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കുറെ പേര് ഇപ്പം ആർജയായിട്ടും വിജയായിട്ടും അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രിയേറ്റീവ് ഫീൽഡോ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പലർക്കും ടൈം അറിയാമല്ലോ, ഇതിൽ നിൽക്കുമ്പോൾ നമുക്ക് ടൈം ഭയങ്കര കുറവായിരിക്കും. പലപ്പോഴും ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആരെങ്കിലും മീറ്റ് ചെയ്യണമെങ്കിൽ അത് പറ്റില്ല. ഇതെല്ലാം മാനേജ് ചെയ്ത് ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്നു, ഇപ്പം ഞാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ എത്തി നിന്നിട്ടാണ് ചേച്ചി ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പം ഇതുപോലെ എന്നെ പോലെ സിനിമ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇതിലോട്ടൊക്കെ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു ചെറിയൊരു അഡ്വൈസ് എന്തായിരിക്കും? നമ്മുടെ ഉള്ളിലെ ഫയർ എന്നുള്ള സാധനം കെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അതിനിപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ ചുറ്റുമുള്ള ആർക്കും അതിലൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് ലീസ്റ്റ് ബോധേർഡ് ആയിരിക്കാം. ഇത് നമ്മളുടെ ഡ്രീമാണ്, നമ്മളുടെ ഫയറാണ്. അപ്പോൾ അത് കെടാതെ സൂക്ഷിക്കാൻ, അത് കെടാനുള്ള സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും, നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും, ഒഫീഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ആണെങ്കിലും ഒരു പൊടി തീപ്പൊരി അവിടെ വേണം. അതിനിങ്ങനെ നമ്മളിങ്ങനെ അത് കെടുത്താതെ ഇങ്ങനെ കൊണ്ടുപോകാം. ഭയങ്കര ടാസ്ക്കാണ്, ടു ബി ഓണസ്റ്റ്, ഭയങ്കര ടാസ്ക്കാണ്. പ്രത്യേകിച്ചും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. അപ്പോൾ നമ്മൾ മാത്രമാണ് നമ്മളുടെ
ഇത് എന്നുള്ളത് തീരുമാനിക്കുക. അയ്യോ എനിക്ക് അവിടുന്ന് സപ്പോർട്ട് കിട്ടിയില്ല, ഇവിടുന്ന് സപ്പോർട്ട് കിട്ടിയില്ല, അവരെന്താ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്ത്, അങ്ങനെയൊന്നും ചിന്തിച്ചാൽ നടപ്പിലാവില്ല. അപ്പോൾ നമ്മൾ ഫെഡപ്പാവും, അവിടുന്ന് എണീറ്റ് വരണം, ഫെഡപ്പാവ് എണീറ്റ് വരിക, ഇങ്ങനെ റെഡിയായി നിൽക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ എന്തിലെങ്കിലൊക്കെ എത്താൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊക്കെ ഞാൻ കുറേ ഈ പറഞ്ഞ പോലെ മാനസികമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യും കുറേ, എല്ലാത്തിനോടും എല്ലാം റെഡിയാക്കി കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എത്തിപ്പെടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ ഫയർ കെടാതെ സൂക്ഷിക്കുക. അതിന് ചിലപ്പോൾ നമ്മൾ ഒട്ടിക്കറിയുന്നുണ്ടായിരിക്കും, ആരും കാണാതെ കുറേ ഇരുന്ന് കറിയുന്നുണ്ടായിരിക്കും. ആരോടെങ്കിലും പറഞ്ഞാലും മനസ്സിലാവണം. അല്ലാതെ പറഞ്ഞത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ നേരത്ത് നമ്മൾ പറയുന്നത് അതേ ആ ഒരു തീവ്രതയിൽ മനസ്സിലാക്കാനോ അതല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാതെ മനസ്സിലാക്കാനോ ഉള്ള ആൾക്കാർ ചിലപ്പോൾ കുറവായിരിക്കും. ഫ്രണ്ട്സ് ആയിരിക്കാം, ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും, അവർക്ക് പോലും ചിലപ്പോൾ അത് കേൾക്കാനോ മനസ്സിലാക്കാനുള്ള സമയം ഉണ്ടായിരിക്കില്ല. ബിക്കോസ് ഓരോരുത്തർക്കും അവരുടെ തിരക്കുകളാണ്. അല്ല അങ്ങനത്തെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി, നോ പ്രോബ്ലം. പക്ഷെ നമ്മുടെ അതേ ഇൻറ്റൻസിറ്റിയിൽ അത് മനസ്സിലാക്കാൻ എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളാൻ നമ്മൾ ശാഠ്യം പിടിക്കരുത്. നമ്മളല്ലേ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ മര്യാദയ്ക്ക് ഫയറോടുകൂടി കൊണ്ടുപോവുക. അതിനെ എന്താ ചെയ്യാം. ഒരു 1-2 ദിവസം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നമുക്ക് നിൽക്കാം. ഒരു ട്രാവൽ പോവാം, അല്ലെങ്കിൽ അതല്ല ഒരു ഭാഗത്ത് റൂമിൽ അടച്ചിട്ട് കരയാം, ഷവറൊക്കെ ഇട്ട് തുറന്നിട്ട് അങ്ങോട്ട് കരയാ, ആശ്വാസം കിട്ടും. ഇല്ല ഞാനിത് നേടുന്നു പറഞ്ഞത് ബാത്റൂമിൽ തിരിച്ചിറങ്ങിയാൽ മതി. ആ ഒരു വിൽ പവർ ഉണ്ടായാൽ മതി. ആ ഒരു വിൽ പവർ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി. അതായത് ഞാൻ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ഇപ്പം അറിയാമല്ലോ, ഇപ്പം ഇൻ്റർവ്യൂ ആയതുകൊണ്ട് ഞാനൊരു ഇൻ്റർവ്യൂ എടുക്കാൻ നോക്കുമ്പം ആളെ പറ്റി റിസർച്ച് ചെയ്യുമ്പം ആദ്യം വന്ന് നിൽക്കുന്നത് ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും. പിന്നെ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള കുറേ ഗസ്റ്റുകൾ ചേച്ചി എടുക്കുന്ന കാണുമ്പോൾ ഒരു ചെറിയ അസൂയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അത് ഉണ്ടാകുമല്ലോ നമുക്ക്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇപ്പം ആക്ച്വലി ഇങ്ങനെ 1-to-1 ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ചോദിക്കാൻ മറന്നുപോയി, അടുത്ത ഇനി വർക്കുകൾ ഇപ്പോൾ അജസുന്ദരി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, അത് ജോജു ചേട്ടൻ്റെ പടമാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് സിനിമകളിലെ ഡിസ്കഷൻ ഇങ്ങനെ നടക്കുന്നു. എനിക്കും കൂടി എന്താ പറയുക, നമുക്ക് പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് വരട്ടെ എന്ന് ഞാനും ഇങ്ങനെ ആശിച്ചിരിക്കുന്നു, ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ്, പ്രിയപ്പെട്ട സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എല്ലാവരും വിളിക്കൂ, നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് തരൂ. പിന്നെ തിരക്ക് പിടിച്ച ഒരു ആക്ട്രസ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. മതിയാവും നമുക്ക് അഭിനയിക്കാൻ. അഭിനയിച്ച് തുടങ്ങിയാൽ നമുക്ക് രസമാണ്, നമുക്ക് ആ ജേണി നമ്മൾ ഓരോരുത്തരായി മാറുകയാണല്ലോ. അപ്പം അതിന് വേണ്ടി നമ്മളെടുക്കുന്ന ഒരു റിസർച്ചും എഫേർട്ടൊക്കെ ഭയങ്കര രസമാണ്, ആ ഒരു പ്രോസസ്സ് ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനെ ആവട്ടെ, എനിക്ക് നല്ല തിരക്കുള്ളൊരു നടിയാവണമെന്ന് ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ടും എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. അതെ, അങ്ങനെ ആവട്ടെ ഈശോ. അതെ. അപ്പോൾ എന്തായാലും തിരക്ക് പിടിച്ച ആക്ട്രസ് ആവട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുന്ന, എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന ഒരാളായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും വെച്ചിട്ട് കയറ്റമാവട്ടെ. താങ്ക് യു സോ മച്ച് ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. ജ്യോതിഷ കുറേ സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് ഇരിക്കണമെന്ന് ഞാൻ അറിഞ്ഞു. ആ സ്ക്രിപ്റ്റൊക്കെ ഇങ്ങനെ നന്നാവട്ടെ, നല്ല സിനിമകളാവട്ടെ. എനിക്ക് ചാൻസ് ഉറപ്പായിട്ടും വിളിച്ചിരിക്കും ഞാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.